السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സെഷനിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം ഹദീസ് നിഷേധ ചരിത്രം തുടക്കം മുതൽ ഓറിയന്റലിസ്റ്റുകൾ വരെ എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വലിയ ഈ ഒരു വിശാലമായ ഈ ഒരു വിഷയത്തെ ഹദീസ് നിഷേധ ചരിത്രത്തിൽ പല ഭാഗങ്ങളുള്ളത് കൊണ്ട് തന്നെ, പല രീതികളുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലെ ചെറിയ രീതിയിലൊന്ന് തഹ്ദീദ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കറിയാം, ഹദീത്ത് നിഷേധം, ഇൻകാറുൽ ഹദീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മേഖലയാണ്. അതിൽ പാർഷ്യൽ റിജക്ഷനും വരുന്നുണ്ട്, ഹദീത്തിൻ്റെ ടോട്ടൽ റിജക്ഷനും വരുന്നുണ്ട്. ഹദീത്ത് നിഷേധത്തിൻ്റെ വിഭാഗത്തിൽ പാർഷ്യൽ റിജക്ഷൻ എന്നുള്ളത് ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിലുള്ള ഭാഗികമായ ഹദീത്തിലെ ഇൻകാർ എന്നുള്ളത് ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഹദീത്ത് നിഷേധത്തിൽ മറ്റൊരു ഭാഗമാണ് ടോട്ടൽ റിജക്ഷൻ. ഹദീത്തിൻ്റെ ആധികാരികതയുടെ ചോദ്യം ചെയ്യുന്ന പലതരത്തിലുള്ള ഹദീത്തിൻ്റെ റിജക്ഷൻ, ഇൻകാറുൽ ഹദീത്ത്. ഇവിടെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഈ ടോട്ടൽ റിജക്ഷൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. വിഷയം പറയുന്നത് പോലെ തന്നെ എൻ്റെ വിഷയം ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവാണ്. ഈ ഒരു ഹദീത്ത് നിഷേധത്തിൻ്റെ ചരിത്രത്തെയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹദീത്ത് നിഷേധ ചരിത്രം, ടോട്ടൽ റിജക്ഷൻ്റെ ചരിത്രമാണ് പ്രധാനമായും ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹദീത്തിലെ ടോട്ടൽ റിജക്ഷൻ ഹദീത്തിലെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും. ഒന്ന്, ഒരു തിയോളജിക്കലായിട്ട് ഹദീത്തിനെ റിജക്റ്റ് ചെയ്യുക. രണ്ടാമതൊന്ന്, ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവിലെ ഹദീസിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ള രണ്ട് ചരിത്രത്തിൽ രണ്ട് ധാരകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹദീസിൻ്റെ തിയോളജിക്കൽ റിജക്ഷൻ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹദീത്തിൻ്റെ ഹുജ്ജിയത്തിനെ വിമർശിച്ചുകൊണ്ട് ഹദീത്ത് ഒരു ഹുജ്ജത്താവാൻ കാബിലല്ല, അതിന് യോഗ്യമല്ല എന്ന് പറയുന്ന ആ ഒരു ഹദീത്ത് ഇസ്ലാമിലൊരു ദുസ്തൂറായിട്ട്, ഒരു കാനൂനായിട്ട് വരാൻ അർഹമല്ല എന്ന് പറയുന്ന ഒരു നിഷേധ ചരിത്രങ്ങൾ. മറുഭാഗത്ത് ഹദീത്തിനെ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റായി സ്വീകരിക്കുന്നതോടുകൂടെ ഹദീത്തിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹദീത്തിനെ നിഷേധിക്കുന്ന മറ്റൊരു ധാരയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രണ്ട് പ്രധാനപ്പെട്ട ജാനിബുകളെയാണ് ഞാൻ ഈ സംസാരത്തിലൂടെ പ്രധാനമായും അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹദീത്തിനെ തിയോളജിക്കലായിട്ട് ഹദീത്തിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗമാണ് അൽ ഖുർആനിയൂൻ എന്ന് വിളിക്കപ്പെടുന്ന ഖുർആൻ ഓൺലി മൂവ്മെൻറ്റ്. ഓൺലി ഖുർആൻ മതി എന്നുള്ള ഖുർആൻ ഓൺലി മൂവ്മെൻറ്റും, അതുപോലെ തന്നെ ഹദീത്തിനെ ഹിസ്റ്റോറിക്കലി ഹദീത്തിനെ റിജക്റ്റ് ചെയ്യുന്നവരാണ് ഓറിയൻ്റലിസ്റ്റ്, മുസ്തശ്രിഖൂൻ. ഹദീത്തിലെ ശേഷം വന്നിട്ടുള്ള വെസ്റ്റിൽ നിന്നും പഠനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റായി ഹദീസിനെ പഠിച്ചപ്പോൾ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഹദീത്തിനേക്കുള്ള സ്വീകാര്യതയെ ചോദ്യം ചെയ്ത ആ ഒരു രീതിയിൽ ഈ രണ്ട് പേഴ്സ്പെക്റ്റീവാണ് പ്രധാനമായും ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഖുർആനിയൂൻ, ഖുർആൻ ഓൺലി മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയിലേക്ക് വരാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഹദീത്തിനെ ഇൻകാർ ചെയ്യുക, ഹദീത്തിൻ്റെ ഹുജ്ജിയത്തിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം അന്നത്തെ സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഖുർആന് ഇറങ്ങുന്നുണ്ട്, ആ ഖുർആനെ റസൂൽ എങ്ങനെ ബയാൻ ചെയ്യുന്നോ, എങ്ങനെ വിശദീകരിക്കുന്നോ അതാണ് ഖുർആനിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. റസൂൽ എങ്ങനെ പറയുന്നോ അതുപോലെ സ്വീകരിക്കുക എന്നുള്ളത്. അന്ന് റസൂലിൻ്റെ കാലത്തുള്ള ഹദീത്ത് ലിവിങ് ഹദീത്താണ്. നമുക്ക് കിട്ടുന്ന ഹദീത്ത് മർവിയായ ഹദീത്താണ്. അതുകൊണ്ട് തന്നെ റസൂലിൻ്റെ കാലത്ത് ഈ ഒരു ഇതാഅത്തു റസൂൽ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ റസൂലിനെ റിജക്റ്റ് ചെയ്യുക, ഹദീസിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അത് ലിവിങ് ഹദീസാണ്. അതുപോലെ സ്വഹാബാക്കൾ അംഗീകരിക്കുന്നവരുമായിരുന്നു. പിന്നെ ശേഷം വന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ ചില തുടക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഉണ്ടായത്. ഹദീസിൻ്റെ ഹുജ്ജിയത്തിനെ ചോദ്യം ചെയ്യുന്ന ചരിത്രം എടുത്തു നോക്കുമ്പോൾ പ്രധാനമായും ഇസ്ലാമിലെ ഖവാരിജുകളുടെ തുടക്കം മുതലാണ്. അവരുടെ ആശയപരമായിട്ടുള്ള, അവരാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിൽ ഹദീത്തിൻ്റെ ഹുജ്ജിയത്തിനെ ചോദ്യം ചെയ്യുന്ന ഈ ഒരു പ്രവണത തുടങ്ങുന്നത് ഖവാരിജുകൾ എന്നുള്ള ഇസ്ലാമിലെ ഒരു അവാന്തര വിഭാഗത്തിൻ്റെ ചെറിയ ആശയങ്ങളായിട്ടാണ്. പിന്നീടത് മറ്റു ചിലരും അത് അഡോപ്റ്റ് ചെയ്തിട്ട് ആ ഒരു അഭിപ്രായം
വരികയാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഖവാരിജുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ കാലശേഷം ആ ഒരു സമയത്ത് കടന്നു വരുന്ന ഒരു വിഭാഗമാണല്ലോ. അവരുടെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അവരുടെ ഹദീസുമായിട്ടുള്ള പെർസ്പെക്റ്റീവ്, തഹ്കീമി എന്നുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ. തഹ്കീമി എന്നുള്ള ഖവാരിജുകളുടെ ആ ഒരു വിഷയത്തിൽ തഹ്കീമിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ ഫിത്നയിൽ, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില ഒരു അഹ്ദാത്തുകൾ, ആ സംഭവങ്ങളിൽ പങ്കെടുത്ത സ്വഹാബാക്കളെ തക്ഫീർ ചെയ്യുക എന്നുള്ള ഒരു ഖവാരിജുകളുടെ ഒരു അഭിപ്രായം. ആ സംഭവത്തിൽ പങ്കെടുത്ത സ്വഹാബാക്കളുടെ അദാലത്തിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട്, അതുകൊണ്ട് തന്നെ പല ഹദീത്തുകളും മാറ്റി നിർത്തേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പല ഹദീത്തുകളും റിജക്റ്റ് ചെയ്യേണ്ടി വന്നു. ഈ ഒരു അഭിപ്രായമുള്ള ഖവാരിജുകളുടെ ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഹുജ്ജിയത്തു സുന്നയെ ചോദ്യം ചെയ്യുക എന്നുള്ള പ്രവണത തുടർന്നു വരുന്നത്. നമുക്കറിയാം, വാഖിഅത്തു തഹ്കീം ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, ആ ഒരു സംഭവത്തിൽ പങ്കെടുത്ത സ്വഹാബാക്കൾ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനോട് തൃപ്തിപ്പെട്ട, മൗനം പാലിച്ചു നിന്ന സ്വഹാബാക്കളൊക്കെ, അവരൊക്കെ ഉദൂലുകളല്ല, അവരൊന്നും ഹദീത്ത് റിവായത്ത് ചെയ്യാൻ യോഗ്യരല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഖവാരിജുകൾക്കുണ്ടായത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് വരുന്ന ഹദീത്തുകൾ ഏറെക്കുറെ സ്വഹാബികളും മുഅ്ളമു സ്വഹാബയും ഈ വിഭാഗത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ ധാരാളം ഹദീത്തുകളുടെ സാധ്യതകളെ ചോദ്യം ചെയ്യേണ്ടി വരാൻ നിർബന്ധിതരായിരുന്ന ഖവാരിജുകൾ. അതുപോലെ തന്നെ അവർ എതിർക്കുന്ന ആളുകൾ, ഖവാരിജുകളുടെ ആശയത്തോട് എതിർക്കുന്ന ആളുകൾ, അവർ അദിലല്ല, അവരിൽ അദാലത്തില്ല, അത് സ്വഹാബിയാവട്ടെ മറ്റാരുമാവട്ടെ എന്നുള്ള പല ആശയങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇൻകാറുൽ ഹദീത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു ഈ ഖവാരിജുകളുടെ ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ആശയത്തിൻ്റെ വികാസമാണ് ഇസ്ലാമിക ആദ്യത്തെ ഒരു നൂറ്റാണ്ടുഘട്ടത്തിൽ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഖത്തീബുൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ അൽ കിഫായ എന്നുള്ള കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അന്ന റജുലൻ ഖാല ലഹു മിനൽ ബസ്റത്തി, ബസ്റയിൽ നിന്നുള്ള ഒരാൾ വന്നിട്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ലാ തുഹദ്ദിസൂന ഇല്ലാ ബിൽ ഖുർആൻ, ഞങ്ങളോട് ഖുർആൻ അല്ലാതെ മറ്റൊന്നും സംസാരിക്കരുത് എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നതായിട്ട് ഖത്തീബുൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ കിഫായ എന്നുള്ള ഉസൂലുൽ ഹദീത്തിൻ്റെ കിതാബ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നസായി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാൻ സാധിക്കും, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നാ നജിദു സ്വലാത്തുൽ ഹളരി വ സ്വലാത്തുൽ ഖൗഫി ഫിൽ ഖുർആൻ, ഖുർആനിൽ സ്വലാത്തുൽ ഹളർ അതുപോലെ തന്നെ സ്വലാത്തുൽ ഖൗഫൊക്കെ ഖുർആനിൽ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ വലാ നജിദു സ്വലാത്ത സഫരി ഫിൽ ഖുർആൻ, യാത്രയിലെ ഈ ഒരു പ്രത്യേക നിസ്കാരത്തിലെ ആനുകൂല്യങ്ങളെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് ആ ഒരു സ്വലാത്തു സഫറിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ആ രണ്ട് സ്വഹാബികളും ഈ ഒരു ആശയം തുടക്കം കുറിക്കുകയാണ് എന്ന് കണ്ട് അതിനെ മുളയിലെ നുള്ളിക്കളയാൻ ശ്രമിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവിടെ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചോദിച്ചു വന്ന ആളോട്, ഇന്നല്ലാഹ ബഅത ഇലൈനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രവാചകനായി അയച്ചു തന്നിട്ടുണ്ട്. വലാ നഅലമു ഷൈഅൻ, നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഫഇന്നമാ നഫ്അലു കമാ റഅയ്നാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അലു, നമ്മൾ പ്രവർത്തിക്കുന്നത് റസൂൽ എങ്ങനെയാണോ പ്രവർത്തിച്ച് കാണിച്ചു തന്നത്, ഖുർആനിൻ്റെ വിശദീകരണമായിട്ട് റസൂൽ എങ്ങനെയാണോ നമുക്ക് കാണിച്ചു തന്നത്, ആ ഒരു രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ആ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ആ തുടങ്ങുന്ന ഈ ഒരു ആശയങ്ങൾക്ക് തടയിടുകയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുത്തറഫ് ബിൻ അബ്ദുള്ള എന്നുള്ള ഒരു താബിഈയായ പണ്ഡിതനാണ്, ഇവർ മുഹദ്ദിത്ത് കൂടിയാണ്. അദ്ദേഹത്തോട് ഒരാൾ വന്ന് പറയുന്നുണ്ട്, ലാ തുഹദ്ദിസൂന ഇല്ലാ ബിമാ ഫിൽ ഖുർആൻ, ഖുർആനിലല്ലാത്തതൊന്നുകൊണ്ടും ഞങ്ങളോട് സംസാരിക്കരുത്. പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഹദീസിലെ തെളിവ് പിടിച്ചുകൊണ്ട് സംസാരിക്കരുത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഈ ഒരു പണ്ഡിതൻ മുത്തറഫ് എന്ന് പറയുന്ന താബിഈയായ മുഹദ്ദിത്ത് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്, ഇന്നാ വല്ലാഹി മാ നുരീദു ബിൽ ഖുർആനി ബദലൻ, നമ്മൾ ഈ ഹദീസ് പറയുന്നത് കൊണ്ട്, ഹദീസ് റിവായത്ത് ചെയ്യുന്നത് കൊണ്ട് ഖുർആനിനൊരു ബദലല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഖുർആനിൻ്റെ പകരമായി മറ്റൊരു സാധനം എന്നല്ല, ഖുർആനിനെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു വസ്തു എന്നുള്ള, മറ്റൊരു ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിലല്ല ഹദീസിനെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. വലാകിൻ നുരീദു മൻ ഹുവ അഅലമു ബിൽ ഖുർആനി മിന്ന,
ഖുർആൻ കൃത്യമായി എല്ലാവരെക്കാളും ഉൾക്കൊണ്ടിട്ടുള്ള റസൂലിൻ്റെ വിശദീകരണം എന്താണ്, റസൂലിൻ്റെ തഫ്സീർ എന്താണ്, വ്യാഖ്യാനം എന്താണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഹദീത്തിലൂടെ. അതിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുത്തറഫിന് അബ്ദില്ല എന്നുള്ള താബിഈ ആ കാലത്ത് തുടക്കം കുറിച്ചിരുന്ന ഈ ചെറിയ ആശയങ്ങൾക്ക് തടയിട്ട് കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അയ്യൂബ് സഖ്തിയാനി പ്രശസ്ത ഹദീത്ത് റാവി പണ്ഡിതന് കൂടിയാണ്. അദ്ദേഹം ഈ ഒരു ഖവാരിജകളുടെ ഒരു തുടക്കത്തോടു കൂടെ തുടക്കം കുറിച്ച ഇതിനെ ഒരു ഹദീത്തിനെ മാറ്റി നിർത്തണമെന്നുള്ള ഈ ഒരു ആശയത്തിലേക്ക് അദ്ദേഹം ഒരു ഖാഇദ, ഒരു പ്രത്യേക ഒരു നിയമം അദ്ദേഹത്തിൻ്റെതായി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇദാ ഹദ്ദസ്ത റജുല ബിസുന്നത്തി, അദ്ദേഹം പറയുന്നുണ്ട്, നീ ഒരാളോട് ഹദീത്ത് കൊണ്ട് സംസാരിച്ചപ്പോൾ ഫഖാല, അദ്ദേഹം നിന്നോട് പറഞ്ഞ് ദഅനാ മിൻ ഹാദാ, ഈ ഹദീത്തൊക്കെ മാറ്റി നിർത്ത്, വഹദ്ദിത്നാ ബിൽ ഖുർആൻ, ഞങ്ങളോട് ഖുർആനെ കൊണ്ട് സംസാരിക്കുമെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഅലം അന്നഹു ളാല്ലുൻ മുളില്ലുൻ, അദ്ദേഹം ളാല്ലാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മൻഹജ് ശരിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് സഖ്തിയാനി ഈ ഒരു തുടക്കം വരുന്ന സമയത്ത് തന്നെ അതിനെ തടയിട്ടുകൊണ്ട് പ്രശസ്തരായ മുഹദ്ദിഥീങ്ങളായ പണ്ഡിതന്മാരൊക്കെ അന്ന് നിലനിന്നിരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഖവാരിജുകളുടെ തുടക്കത്തോടുകൂടി അവരുടെ ആശയത്തിലുള്ള ചില മൻഹജിലുള്ള ചില മാറ്റത്തിൽ നിന്നാണ് ഹദീത്തിലെ നിഷേധത്തിലേക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആ ഖവാരിജുകളുടെ അനുയായികളായ ചിലരായിരിക്കാം ഈ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോലത്തെ, അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലത്തെ, അല്ലെങ്കിൽ മുത്തറഫ് റളിയല്ലാഹു അൻഹു പോലത്തെ ഇവരോടൊക്കെ സംശയം ചോദിച്ചത് എന്ന് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ഇതിനെ ഒന്നുകൂടി ഈ ഒരു ആശയത്തിലേക്ക് ഇൻകാറുൽ ഹദീത്തിലേക്ക് ഹദീത്ത് റിജക്ഷന് ഒന്നുകൂടി വേര് ലഭിക്കുന്നത് മുഅ്തസിലികളുടെ പ്രധാനപ്പെട്ട ആശയങ്ങളുടെ ഒരു വരവ് കൂടിയാണ്. നമുക്കറിയാം മുഅ്തസിലികൾ എന്നുള്ളത് ഒറ്റ രീതിയിൽ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയില്ല. കാരണം പല വ്യത്യസ്ത ധാരകൾ എഴുത്തിസാലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും അവരിലൊക്കെ കോമൺ ആയി കാണാവുന്ന ചില ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്രോച്ചാണ് മുത്തവാത്തിറായ അഹാദീത്തുകൾ മാത്രം സ്വീകരിക്കാനും പരമാവധി ആഹാദുകളായ ഹദീത്തുകളെ മാറ്റി നിർത്താനുള്ള ഒരു പ്രവണത മുഅ്തസിലികളുടെ കടന്നുകയറ്റത്തോടുകൂടെയാണ് ഇസ്ലാമിക ലോകം കണ്ടുവരുന്നത്. മുത്തവാത്തിറായ അഹാദീത്തുകൾ മാത്രം സ്വീകരിച്ച് ഖബർ വാഹിദ്, അതായത് മുത്തവാത്തിർ അഹാദൊക്കെ നാം മുമ്പേ പഠിച്ചു വെച്ചവരാണ്. ജംഉൻ യസ്തഹിലു തവാത്തുഹും അലൽ കദിബി, കളവിൻ്റെ മേൽ പറയൽ അസംഭവ്യമാകുന്ന ഒരു വലിയ സമൂഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തുകൾ മാത്രമേ സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ, അല്ലാത്തത് തള്ളപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ആശയവും മുഅ്തസിലികളുടെ ഈ ഒരു വരവോടു കൂടെയാണ് കാണാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട നമുക്കറിയാം നവ്വാമ്, ജാഹിദ് പോലത്തെ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു വിഷയത്തിൽ നന്നായി സംസാരിച്ചവരായിരുന്നു. മുത്തവാത്തിറായ അഹാദീത്തുകൾ മാത്രം സ്വീകരിക്കപ്പെടാൻ പറ്റുമെന്നുള്ള ഇങ്ങനൊരു ആശയം വരുന്നത് ഇൻകാറുൽ ഹദീത്ത് ടോട്ടൽ റിജക്ഷനിലേക്ക് നയിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. കാരണം മുത്തവാത്തിറായ ഹദീത്തുകൾ മാത്രം സ്വീകരിക്കാവൂ എന്ന് പറയുമ്പോൾ വിരലിൽ എണ്ണാവുന്ന മുത്തവാത്തിറായ ഹദീത്തുകളെ ഇതുവരെ നമുക്ക് വെരി റയർ ഇതുവരെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുള്ളൂ, കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുത്തവാത്തിറായ ഹദീത്തുകൾ മാത്രം സ്വീകരിക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ഇൻകാറുൽ ഹദീത്തിലെ ടോട്ടൽ റിജക്ഷനിലേക്ക് വഴിവെക്കുകയായിരുന്നു മുഅ്തസിലത്തിൻ്റെ ഈ ഒരു ആശയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മുഅ്തസിലികൾ പരമാവധി ഹുക്മുൽ അഖ്ലി, റീസണിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരായിരുന്നു. നമുക്കറിയാം ഏതൊരു മുത്തവാത്തിറായ ഹദീത്ത് വരെ റീസണിനോട് എതിരാകുന്നതാണെങ്കിൽ, റീസണിനോട് മുആരിളായി വരുന്നതാണെന്നുണ്ടെങ്കിൽ ആ മുത്തവാത്തിറായ ഹദീത്തിനെയും തള്ളണമെന്നുള്ള അബൂബക്കർ നവ്വാമ് പോലത്തവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനത്തെ ഈ ഒരു ആശയം കൂടി ഹദീത്ത് നിഷേധത്തിൻ്റെ വ്യാപ്തി, ഈ ഒരു ആശയത്തിൻ്റെ വ്യാപ്തി കൂട്ടാൻ ഇടവന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യസ്ത വിഭാഗങ്ങളുണ്ടായിരുന്ന മുഅ്തസിലയുടെ വിഭാഗത്തിൽ ജമലി അതുപോലെ തന്നെ സുഫീൻ യുദ്ധങ്ങളിൽ പങ്കെടുത്തവരെല്ലാം ഫാസിഖീങ്ങളാണ് എന്ന് ഒരു വിധി എഴുതുന്നതിനോട് കൂടെ തന്നെ പ്രധാനപ്പെട്ട വാസുലിയ വിഭാഗം, വാസുൽ ബിൻ അത്താ, അതുപോലെ തന്നെ അംറിയ, അംറു ബിൻ ഉബൈദിൻ്റെ പിന്തുടർച്ചക്കാർ, ഇവരൊക്കെ മുഅ്തസിലികൾക്ക് ഉള്ളിലുള്ള ഇത്തരം വിഭാഗക്കാർക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു ഈ ഒരു അസ്ഹാബുൽ ജമൽ, അസ്ഹാബുൽ സിഫീൻ, ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് യുദ്ധങ്ങളിൽ അവരൊക്കെ ഫാസിഖീങ്ങളാണ് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ഹദീത്തുകൾ ഈ ഒരു ആശയം വെച്ച് പുലർത്തുന്നത് കൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്യാൻ അവർ നിർബന്ധിതരായി വരുന്ന അവസ്ഥകളുണ്ടായി. അത് പിന്നീട് ടോട്ടൽ റിജക്ഷനിലേക്ക് നയിക്കുന്നതായിട്ടും ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
പിന്നെ ഈ ഒരു ഹദീത്ത്, ഈ ഒരു ആശയങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ മുഅ്തസിലയുടെ വികാസത്തോടു കൂടെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ആശയത്തെ പ്രധാനമായും അഡ്രസ്സ് ചെയ്ത ഇതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ ഈ ഒരു ഇൻകാറുൽ ഹദീത്ത് എന്നുള്ള ആശയത്തിനേക്ക് കൃത്യമായ രീതിയിൽ മറുപടി നൽകാൻ അക്കാഡമിക്കലി മറുപടി നൽകാൻ ശ്രമിച്ച ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കിതാബുകളുണ്ട്, അൽ ഉമ്മ് അല്ലെങ്കിൽ അൽ റിസാല. ഈ രണ്ട് കിതാബുകളിലും അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ചാപ്റ്റർ ഉണ്ട്. ഈ ഇൻകാറുൽ ഹദീത്ത്, മുൻകിർ സുന്നക്ക് എതിരായിട്ട് ഹുജ്ജത്തുകൾ, ഖുർആനിൽ നിന്നുള്ള ഹുജ്ജത്തുകൾ നിരത്തുന്ന ധാരാളം ആയത്തുകൾ പറയുന്ന, ഹദീത്ത് കൊണ്ട് സ്ഥിരപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചാപ്റ്ററുകൾ അദ്ദേഹത്തിൻ്റെ റിസാല, ഉമ്മ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മിൽ അദ്ദേഹം അക്കാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തോട് ഡിബേറ്റ് ചെയ്യാൻ വന്ന ഒരു ഡിബേറ്റ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു മുൻകിറുസുന്ന വന്നുകൊണ്ട് അദ്ദേഹത്തോട് ഒരു ഡിബേറ്റ് ചെയ്യുന്ന ഒരു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിബേറ്റർ ഒന്ന് ചോദിക്കുന്നത്, അൽ ഖുർആനു തിബ്യാനുൽ ലികുല്ലി ഷൈഇ, ഖുർആൻ എല്ലാത്തിനുമുള്ള ഒരു വിശദീകരണമാണല്ലോ, പിന്നെ ഈ ഒരു ഹദീത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ് മുനാളിർ ഒരാൾ അദ്ദേഹത്തോട് മുൻകിറുസുന്ന വന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈയോട് ചോദിക്കുന്നത്. അദ്ദേഹം അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്, റസൂലിനെ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, അല്ലാഹുവിനെയും വഴിപ്പെടണം, റസൂലിനെയും വഴിപ്പെടണം. റസൂലിനെ വഴിപ്പെടൽ റസൂലിൻ്റെ കാലത്തുള്ള സ്വഹാബത്തുകളെ സംബന്ധിച്ചിടത്തോളം അത് ഡയറക്റ്റായിട്ട് ലിവിങ് ഹദീസായിട്ട് അവർക്ക് വഴിപ്പെടാൻ എന്നുള്ളത് പോസിബിളാണ്. എന്നാൽ റസൂലിൻ്റെ ശേഷം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ റസൂലിൻ്റെ അധ്യാപനങ്ങൾ എന്തൊക്കെയെന്നൊക്കെ, റസൂലിനെ വഴിപ്പെട ഇതാഅത്തുർ റസൂൽ സാധ്യമാവൽ റസൂലിൻ്റെ ഹദീത്തുകൾ സ്വീകരിക്കുന്നതോടുകൂടെയാണ്. റസൂലിനെ ഹദീത്ത് എന്ന് പറയുന്നത് റസൂലിൻ്റെ പ്രവർത്തനം, റസൂലിൻ്റെ വാക്കുകൾ, തഖ്രീറുകൾ എല്ലാം ഉൾപ്പെടുന്നതാണല്ലോ റസൂൽ. അപ്പോൾ ഇതാഅത്തുർ റസൂൽ സാധ്യമാകൽ റസൂലിൻ്റെ ഹദീത്തുകൾ സ്വീകരിക്കുന്നതോടുകൂടെ മാത്രമാണ് എന്ന്. കാരണം മാലാ യതിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ അയ്ളൻ വാജിബുൻ. ഇതാഅത്തുർ റസൂൽ നിർബന്ധമാണെങ്കിൽ ഇതാഅത്തുർ റസൂൽ സാധ്യമാക്കി തരുന്ന നഖ്ലുൽ അഹാദീസും ഖുബൂലുൽ അഹാദീസും അതും നിർബന്ധമാവേണ്ടിയിരുന്നു. അതും ഒരു ദലീലാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉമ്മ റിസാല എന്നുള്ള കിതാബുകളിൽ അദ്ദേഹം ഈ ഒരു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു ഇടപെടൽ വളരെയധികം പ്രസക്തമായിരുന്നു. ഈ ഒരു മുൻകിർ സുന്നയെ തടുത്തു നിർത്തുന്ന ഈ ഒരു ആശയത്തിലേക്ക് വിഘാതം സൃഷ്ടിക്കുന്ന വിഷയത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം ധാരാളം കാലമായിട്ട് ഈ ഒരു ആശയങ്ങൾ മുസ്ലിം ലോകത്ത് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. മുസ്ലിം ലോകത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം ടോട്ടൽ റിജക്ഷൻ എന്നുള്ള ഈ ഒരു പ്രവണത അടുത്ത ഇൻകാറുസുന്നയുടെ നെക്സ്റ്റ് ഫേസ് ഞാൻ പറയാനിരിക്കുന്നുണ്ട്. ആ ഒരു കാലം വരെ ഈ ഒരു ഇൻകാറുസുന്നക്ക് ആശയങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് പ്രാബല്യം, അതിന് ആളുകൾക്ക് പ്രചാരം ലഭിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടലുകളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തോട് ആ ഡിബേറ്റർ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഹദീത്തുകൾക്ക് റിവായത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ തെറ്റ് വരാനുള്ള, വഹ്മ് വരാനുള്ള സാധ്യതകളില്ലേ എന്ന് ഇമാം ഷാഫിഈയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്നുണ്ട്. കാരണം ഹദീത്തുകൾ എന്നുള്ളത് അതിലൊരു ഇഹ്തിമാൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഇഹ്തിമാലിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഹദീസ് സ്കോളേഴ്സ് ധാരാളം മൻഹജുകൾ, മാർഗങ്ങൾ, ഖവായിദ്, ഉസൂലുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു സാധ്യതകൾ മറികടക്കാൻ വേണ്ടിയിട്ട് ധാരാളം രീതികൾ മുഹദ്ദിഥീങ്ങൾ രൂപപ്പെടുത്തിയിട്ട് നമുക്കറിയാം. ഖുർആനിനെ കുറിച്ചുള്ള പഠനങ്ങളും ഹദീസിനെ കുറിച്ചുള്ള പഠനങ്ങളും നാം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഖുർആനിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ കൂടുതലും ഖുർആനിൻ്റെ തഫ്സീർ, ഖുർആനിൻ്റെ വിശദീകരണം, അതിൻ്റെ മീനിങ്ങുമായി ബന്ധപ്പെട്ട പഠനങ്ങളായിരുന്നു, കൂടുതൽ റിസർച്ചുകളായിരുന്നു. എന്നാൽ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പഠനങ്ങളും ഹദീസ് സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതൽ പണ്ഡിതന്മാരും അവരുടെ ശ്രമങ്ങൾ ചെലവഴിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ആ ഒരു ഇഹ്തിമാലിനെ അടക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ബാബിനെ ശ്രദ്ധ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം പരിശ്രമിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിനക്ക് പ്രസക്തിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ആശയം ഇമാം ഷാഫിയുടെ കാലത്തിന് ശേഷം ധാരാളം കാലത്തേക്ക് അതിന് പ്രചാരമുണ്ടായിരുന്നില്ല, പ്രാബല്യമുണ്ടായിരുന്നില്ല. പിന്നീട് കൊളോണിയലിസത്തിന് ശേഷമാണ് ഈ ഒരു ഇൻകാറുൽ ഹദീത്ത് എന്നുള്ള ആശയത്തിന് മുസ്ലിം ലോകത്തിൽ പിന്നീട് ഇത് മുളച്ചു വരുന്നത്, ഇതിന് വീണ്ടും ഈ ആശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. കൊളോണിയലിസത്തിൻ്റെ 19-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ആശയങ്ങൾക്ക് വീണ്ടും ചർച്ച വരുന്നത്. നമുക്കറിയാം, കൊളോണിയലിസത്തിന് ശേഷം വെസ്റ്റുമായിട്ടുള്ള ബന്ധങ്ങൾ ഇസ്ലാമിക ലോകത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതോടുകൂടെ മോഡേണിസത്തിൻ്റെ പല ചിന്തകളും
ഇസ്ലാമിലും മുസ്ലിമീങ്ങളൊക്കെ മനസ്സിലാക്കുന്നതോടുകൂടെ ഈ ഒരു ആശയത്തിലേക്ക് കൂടുതൽ പ്രാബല്യം ലഭിക്കുകയായിരുന്നു. മോഡേണിറ്റി വരുന്ന സമയത്ത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന വലിയൊരു ഡിബേറ്റ് ആയിരുന്നു മോഡേണിസത്തിൻ്റെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. മോഡേണിസം വരുന്ന സമയത്ത് വെസ്റ്റുമായിട്ടുള്ള വലിയ ഒരു ബന്ധവുമായിട്ട് മോഡേണിസം വരുന്ന സമയത്ത് അതിൽ നിന്നും ഏതൊക്കെ ഫാക്ടേഴ്സാണ് നാം സ്വീകരിക്കേണ്ടത്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് റിജക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഈ ഒരു ആശയത്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്നതാണ് രണ്ടാമത് കൊളോണിയലിസത്തിൻ്റെ ശേഷം വരുന്ന ഹദീത്ത് റിജക്ഷൻ്റെ ആശയങ്ങൾ. കാരണം ഇസ്ലാമിക് മോഡേണിസ്റ്റുകളായ ചില പണ്ഡിതന്മാർ അവർ പറയുന്നത് ഇസ്ലാമിനിക്ക് ആധുനിക യുഗത്തിന് മുമ്പിൽ പിന്നോട്ട് നിൽക്കാൻ നിർബന്ധിതരാവുന്നത്, അല്ലെങ്കിൽ ആധുനികത്തിൽ ഇസ്ലാം തലകുനിക്കേണ്ടി വരുന്നത് ചില സന്ദർഭങ്ങളിൽ അവർ പറയുന്നത് ഹദീത്തുകൾ എന്നുള്ള ഒരു ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ അവലംബിക്കുന്നത് കൊണ്ടാണ്, അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അതില്ലായിരുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് മോഡേൺ സയൻസിന് മുമ്പിലും അതുപോലെ തന്നെ റാഷണലിസം ഇതിൻ്റെ മുമ്പിലൊക്കെ മുസ്ലിമുകൾക്ക് കൃത്യമായി നിലകൊള്ളാൻ സാധിക്കുമെന്നുള്ള ഈ ഒരു അഭിപ്രായമുണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് രണ്ടാമത് ഇൻകാറുൽ ഹദീത്തിൻ്റെ രണ്ടാമത് ഫേസ്, രണ്ടാമത് ഘട്ടം തുടങ്ങുന്നത്. ഈ ഒരു ആശയം തുടക്കം കുറിക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ത്യക്ക് കൊളോണിയൽ ബ്രിട്ടീഷുമായിട്ടുള്ള ബന്ധത്തിലൂടെ ധാരാളം അക്കാഡമിക് ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറ്റത്തിലൂടെ ഇന്ത്യയിലാണ് ഈ ഒരു രണ്ടാമതായിട്ട് ഈ ഒരു ഖുർആൻ ഓൺലി മൂവ്മെൻറ്റിൻ്റെ തുടക്കം കുറിക്കുന്നത്. ചിറാഗ് അലി എന്നുള്ള 1895 മരിച്ചിട്ടുള്ള ഈ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു, ഒരു സിവിൽ ഓഫീസറായിരുന്നു ഹൈദരാബാദിൽ. അദ്ദേഹമാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇസ്ലാമിക് ലോക്ക് സോഴ്സസ് ആയിട്ട് എക്സെപ്റ്റ് ഖുർആൻ അല്ലാത്ത മറ്റെല്ലാ സോഴ്സുകളെയും റിജക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായം, അതുപോലെ തന്നെ ഇസ്ലാമിക നിയമങ്ങൾ ഐഡിയൽസ് ഓഫ് ഹ്യൂമനിസം അതായത് റാഷണലിസം, സയൻസ് എന്നുള്ളതിനനുസൃതമായിട്ട് ഇസ്ലാമിക നിയമങ്ങൾ റീഡിഫൈൻ ചെയ്യണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ചിറാഗ് അലി. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയങ്ങൾ അദ്ദേഹത്തിന് ശേഷം പിന്നെ ഒന്നുകൂടി ചർച്ച ചെയ്യപ്പെടുകയും അതിനുശേഷമാണ് അഹ്ലെ ഖുർആൻ എന്നുള്ള ഖുർആൻ ഓൺലി മൂവ്മെൻറ്റ് എന്നുള്ളത് ഒരു ടീമായിട്ട്, ഒരു വ്യവസ്ഥാപിതമായ ഒരു സംഘടനയായിട്ട് രൂപം പ്രാപിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു അബ്ദുള്ള ചക്രലവി, അതുപോലെ തന്നെ 1930 മുഹമ്മദ് അസ്ലം ജയ്പൂരി, 1955 ഖ്വാജ അഹമ്മദുദ്ദീൻ അമൃത്സരി പോലത്തെ ഈ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു ഖുർആൻ ഓൺലി മൂവ്മെൻറ്റിന് പിന്നീട് ഫോളോ ചെയ്യുന്നവരായിരുന്നു. ചിറാഗ് അലിയുടെ ഈ ഒരു ആശയങ്ങൾക്ക് തുടർച്ചയായിട്ട് ഞാൻ ഈ ഒരു ഹദീസ് നിഷേധ ചരിത്രത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മുമ്പുണ്ടായിരുന്ന ഈ ഒരു ഹുജ്ജിയത്തു സുന്നിയെ നിഷേധിക്കുന്ന രീതിയിൽ റീസണുമായിട്ട് ഇസ്ലാമിനെ ബന്ധപ്പെടുത്തണം, അതുകൊണ്ട് പരമാവധി ഹദീത്തുകളെ റിജക്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു ഈ ഒരു വിഭാഗക്കാർ കൊണ്ടുവന്നിരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ. അങ്ങനെ ഇന്ത്യയിൽ ഉത്ഭവിച്ച ഈ ഒരു ഖുർആൻ ഓൺലി മൂവ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള ആലമുൽ അറബിക് വേൾഡിലേക്ക് വ്യാപിക്കുന്നതായിട്ടും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം മുഹമ്മദ് തൗഫീഖ് സിദ്ദിഖി എന്നുള്ള ഈജിപ്ഷ്യൻ ഫിസിഷ്യൻ ആയിരുന്നു അദ്ദേഹം. ഈജിപ്തിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിസിക്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും അദ്ദേഹം അൽ ഇസ്ലാമു ഹുവൽ ഖുർആനു വഹ്ദ, ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ ഖുർആനു വഹ്ദ, ഖുർആൻ മാത്രമാണ്, ഇസ്ലാം ഈസ് ഓൺലി ഖുർആൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നുണ്ട്. ഈ ഒരു ഖുർആൻ ഓൺലി മൂവ്മെൻറ്റിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ അദ്ദേഹം പ്രധാനമായും അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന ഐഡിയകളിലുള്ളത് ധാരാളം തുബ്യമായിട്ട് മുആരിളാകുന്ന ഹദീത്തുകളുണ്ട്. അപ്പോൾ ഈ ഹദീത്തുകളൊക്കെ മോഡേൺ സയൻസിനോട് എതിരാവുന്നുണ്ട്, അതുകൊണ്ട് ഹദീത്തുകൾ റിജക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കായിരുന്നു അദ്ദേഹം എത്തിപ്പെടുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബയോഗ്രഫിയാണ് റസൂലിൻ്റെ ഹയാത്ത് മുഹമ്മദ് എന്നുള്ള. ഈ ഒരു ബയോഗ്രഫിയും അദ്ദേഹം രചിക്കുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹം ഖുർആൻ ബേസ്ഡ് ബയോഗ്രഫി ഓഫ് ദി പ്രൊഫറ്റ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറിച്ച് ഖുർആൻ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഹദീത്തുകളൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഖുർആൻ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് റസൂലിൻ്റെ ഒരു ബയോഗ്രഫി എഴുതുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബൂ റയ്യ
അബൂ റയ്യ പണ്ഡിതനാണ്. അദ്ദേഹം അൽവാഉൻ അല സുന്നത്തിൽ മുഹമ്മദിയ്യ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വരുന്നുണ്ട്. അസുന്നത്തുൽ മുഹമ്മദിയ്യയുടെ കുറിച്ച് ലൈറ്റ്സ് ഓൺ പ്രൊഫറ്റിക് ലൈറ്റ്. ഏതായാലും ഈ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വിശാലമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഹുജ്ജിയത്തു സുന്നയെ ചോദ്യം ചെയ്യുന്ന രീതികളാണ്. അതിൻ്റെ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതോടൊപ്പം തന്നെ അബൂ റയ്യയുടെ പ്രധാനപ്പെട്ട ഒരു അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒതൻറ്റിസിറ്റിയെ ചോദ്യം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ അദാലത്ത് ചോദ്യം ചെയ്യുക എന്നുള്ള അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു ബഹുമാനപ്പെട്ട അബൂ റയ്യയുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പിന്നെ ഈ ഒരു ആശയം പിന്നീട് മുസ്ലിം ലോകത്ത് ഒന്നുകൂടി പ്രചാരം വരികയും അഹ്മദ് അമീൻ പോലത്തെ ലുഹൽ ഇസ്ലാം, ഫജ്റുൽ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഞാൻ ഇതുവരെ സംസാരിച്ചത് ഖുർആൻ ഓൺലി മൂവ്മെൻറ്റ് എന്നുള്ള തിയോളജിക്കലായിട്ട് ഹദീത്തിൻ്റെ ഹുജ്ജിയത്തിനെ സംശയിക്കുന്ന ചോദ്യം ചെയ്യുന്ന ഈ ഒരു ടീം, ഇവരിൽ പ്രധാനമായിട്ടും ഇവരുടെ ആശയമായി വരുന്നത് അസുന്നത്തു ലൈസത്ത് വഹ്യം മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു വഹ്യല്ല, ഒരു റവലേഷൻ അല്ല പരിശുദ്ധ സുന്നത്ത്, അതുകൊണ്ട് അത് സ്വീകരിക്കപ്പെടേണ്ടതില്ല എന്നുള്ള ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു തീമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു ഇവരുടെ സംസാരങ്ങൾ കൂടുതലും വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച ചക്രലവി അദ്ദേഹം പറയുന്നുണ്ട്, ലൗകാനൽ ഹദീത്ത് വഹ്യൻ ഇലാഹിയൻ ലമാ അംകനൽ ഇത്യാനു ബിമിത്ലിഹി, ഖുർആൻ ഒരു വഹ്യ ഇലാഹിയാണെങ്കിൽ അതുപോലെ അതിന് തുല്യമായത് കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പ്രധാനമായും അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം ഖുർആൻ വഹ്യും മിനല്ലാഹ് അല്ല എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു. എന്നാൽ നമ്മുടെ മുസ്ലിം ലോകത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരൊക്കെ ഈ ഒരു ആശയത്തിനേക്ക് ഈ ഒരു ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് മറുപടി പറയാനും ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇന്ന അലൈന ബയാന, ഇന്ന അലൈന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഇന്ന അലൈന ബയാന, ഞാനാണ് ഈ ഖുർആൻ, ഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന തുമ്മ ഇന്ന അലൈന ബയാന, നമ്മളുടെ മേൽ അത് വിശദീകരിക്കൽ ബാധ്യസ്ഥതയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ഈ വിശദീകരണം അള്ളാഹുവിൽ നിന്ന് തന്നെ വന്നതാണ് എന്നുള്ള ഒരു ആശയങ്ങൾ പണ്ഡിതന്മാർ നിരത്തുന്നുണ്ട്. അതുപോലെ തന്നെ ലിതുബയ്യിന ലിന്നാസി, റസൂലിനക്ക് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം എന്നുപോലത്തെ ധാരാളം ഹദീത്തിലെ ആയത്തുകൾ നിരത്തിക്കൊണ്ട് ഇത്തരം ആശയങ്ങൾക്ക് മുസ്ലിം ലോകം റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ടോട്ടൽ റിജക്ഷൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളിലെ ഖുർആൻ ഓൺലി മൂവ്മെൻറ്റ് എന്നുള്ള ഭാഗത്തിനെ കുറിച്ചുള്ള സംസാരം ഞാൻ അവസാനിപ്പിച്ച് രണ്ടാമതായിട്ട് ഹദീത്തിൻ്റെ റിജക്ഷൻ ഹിസ്റ്റോറിക്കലി റിജക്റ്റ് ചെയ്യുന്ന വിഭാഗമായ ഓറിയൻ്റലിസ്റ്റുകളുടെ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. നമുക്കറിയാം, നമ്മൾ മുസ്ലിമീങ്ങൾ ഹദീത്തിനെ പഠിക്കുന്നത് ഒരു മതപരമായ ഒരു റിലീജിയസ് സോഴ്സ് എന്നുള്ള നിലക്കാണ്. എന്നാൽ വെസ്റ്റ് ഇസ്ലാമിനെ പഠിക്കുന്നത് അല്ലെങ്കിൽ വെസ്റ്റ് ഹദീത്തിനെ കുറിച്ച് പഠിക്കുന്നത് അതൊരു റിലീജിയസ് സോഴ്സ് എന്നുള്ള നിലയിലല്ലായിരുന്നു, അത് ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിലാണ് പ്രധാനമായും വെസ്റ്റ് ഹദീത്തിനെ കുറിച്ച് പഠിക്കുന്നതായിട്ട്. അവർ ഹിസ്റ്ററിയെ പരിശോധിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹദീത്തിനെയും ആ ഒരു ചട്ടക്കൂടിൽ വെച്ചിട്ടാണ് ഹദീത്തിനെ കുറിച്ചും പഠിക്കുന്നത്. അങ്ങനെ ഹദീത്തിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെ ചോദ്യം ചെയ്യുന്ന വിഭാഗമായിരുന്നു മുസ്തശ്രിഖൂൻ. മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, മുസ്തശ്രിഖീങ്ങളുടെ അവരുടെ സബ്ജക്റ്റിവിറ്റി, അവരുടെ നിഷ്പക്ഷതാബോധം കൂടി നാം മനസ്സിൽ വിരുത്തി വായിക്കേണ്ടതുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ ആശയങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഇസ്ലാമിനെ ഒരു എതിർക്കുക എന്നുള്ള ഒരു ചെറിയ മനോഭാവത്തോടു കൂടെയാണ് മുസ്തശ്രിഖൂൻ ഓറിയൻ്റലിസ്റ്റുകൾ ഹദീത്തിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മുസ്തശ്രീഖുകളുടെ ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു രണ്ട് ധാരകൾ, ഖുർആനീയങ്ങളുടെ ധാരയും ഓറിയൻ്റലിസ്റ്റുകളുടെ ധാരയും, ഈ രണ്ട് ധാരയും ഒരുമിച്ച് വരുന്ന ചില ഓവർലാപ്പിംഗ് വരുന്ന ചില സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഹുജ്ജിയത്ത് സുന്നയെ തിയോളജിക്കലായി എതിർക്കുന്നതോടുകൂടെ ഹദീത്തിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെയും ചോദ്യം ചെയ്യുന്ന ചില പണ്ഡിതന്മാരും ഈ ഒരു വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു ഓറിയൻ്റലിസ്റ്റുകൾ പ്രധാനമായും ഈ ഒരു ഖുർആനീയങ്ങളുടെ ആശയങ്ങളെ അതിനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായും ഹിസ്റ്ററിയെ അളക്കാൻ വെസ്റ്റ് ഉപയോഗിക്കുന്നത് HCM എന്നുള്ള ഹിസ്റ്ററിക്കൽ ക്രിറ്റിക്കൽ മെത്തേഡ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. HCM, ഹിസ്റ്ററിക്കൽ ക്രിറ്റിക്കൽ മെത്തേഡ്. അതിൽ ധാരാളം ഉസൂലുകൾ, ഖവായിദുകളുണ്ട് അവരുടെ അടുത്ത്. പ്രധാനമായും ഇനീഷ്യൽ ഡൗട്ട് അബൌട്ട് ഒതൻറ്റിസിറ്റി, ഏതൊരു ഹിസ്റ്ററിക്കൽ ഡോക്യുമെൻറ്റിനെ പരിശോധിക്കുന്ന സമയത്തും അതിനെക്കുറിച്ച് പ്രാഥമികമായ ഒരു സംശയത്തോടു കൂടെ സമീപിക്കണമെന്നുള്ള ഒരു തിയറി.
അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്കെപ്റ്റിസിസം എന്നുള്ള ഒരു തഷ്കീഖു ഫി സുന്ന, സുന്നത്തിൽ പരമാവധി സംശയം ജനിപ്പിക്കുക എന്നുള്ള സുന്നത്തിൻ്റെ ഒതൻറ്റിസിറ്റിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ഓറിയന്റലിസ്റ്റുകൾ ഹദീസിനെ സമീപിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ഒതൻറ്റിസിറ്റിയെ ചോദ്യം ചെയ്യുന്നത് സ്കെപ്റ്റിസിസം എന്നുള്ള ഒരു മൻഹജ്, ഒരു മെത്തഡോളജിയാണ് വെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് അനാളജി, അതായത് നമ്മുടെ ഈ ഒരു കാലത്ത് ആ ഒരു രീതി ഉണ്ടാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരാകരിക്കുക, തള്ളുക എന്നുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് അനാളജി എന്നുള്ള ഈ രണ്ട്, അതുപോലെ തന്നെ അതിന് തുടർന്ന് മറ്റും ഉസൂൽ ഖവായിദുകളുണ്ട് അവരുടെ അടുത്ത്. ആ ഒരു ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹദീത്തിനെ കുറിച്ച് ഓറിയന്റലിസ്റ്റുകൾ വെസ്റ്റ് പഠിക്കുന്നത്. അതിൽ പ്രധാനമായും ആദ്യം വരുന്ന ഒരു ഓറിയന്റലിസ്റ്റ് ആയിരുന്നു വില്യം മൂർ. അദ്ദേഹത്തിൻ്റെ സ്കോട്ട്ലാൻഡിലെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ടല്ലോ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അദ്ദേഹമാണ് ഈ ഒരു ഹദീത്തിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന ഒരു ഓറിയന്റലിസ്റ്റ്. അദ്ദേഹം പറയുന്നത്, ചുരുക്കി പറയുകയാണെങ്കിൽ, പൊളിറ്റിക്കൽ ആൻഡ് സെക്ടേറിയൻ കോൺഫ്ലിക്റ്റുകളുടെ റിസൾട്ടായിട്ടാണ് ഹദീസുകൾ ഡെവലപ്പ് ചെയ്തു വരുന്നത് എന്നാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന മുസ്ലിം അവാന്തര വിഭാഗങ്ങൾക്കിടയിലുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകൾ അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് അന്ന് ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിനോട് ഡിബേറ്റ് വരുന്ന സമയത്ത്, പിടിച്ചു നിൽക്കാൻ വരുന്ന നിർബന്ധിതമായി വരുന്ന അവസ്ഥ വരുന്ന സമയത്ത് അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഹദീത്തുകൾ ധാരാളം മൗദൂഉകൾ ഉണ്ടായിട്ടുണ്ട്, ഫാബ്രിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് ആ ഒരു രീതി വികസിക്കുകയായിരുന്നു. അത് റസൂലിൻ്റെ കാലത്ത് പിന്നോട്ടേക്കുള്ള അതിൻ്റെ ഹദീത്തിൻ്റെ സോഴ്സസ് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഹിസ്റ്റോറിക്കലി വീക്കാണ് ഹദീസുകൾ എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്കാണ് വില്യം മൂറൊക്കെ കടന്നു പോകുന്നത്. എന്നാൽ ഈ ഒരു ഓറിയന്റലിസ്റ്റുകളുടെ വാദത്തിനിക്ക് അതിനൊരു സയൻറ്റിഫിക്, ഒരു അക്കാഡമിക് റിഗർ നൽകുന്നത്, സയൻറ്റിഫിക് ഒരു രൂപം നൽകുന്നത് ഇഗ്നേസ് ഗോൾഡ്ഷിയറൊക്കെ വന്നതിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മുഹമ്മദൻ സ്റ്റഡീസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിലൊക്കെ അദ്ദേഹം ഹദീത്തിനെ ധാരാളം തഷ്കീഖ് ഫി സുന്നയുടെ ധാരാളം ഉദാഹരണങ്ങളിലൂടെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിസിറ്റി അദ്ദേഹം ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അദ്ദേഹം സയൻറ്റിഫിക് ക്രിറ്റിസിസം കൃത്യമായി HCF എന്നുള്ള മാനദണ്ഡത്തിലൂടെ ഹദീസിനെ പഠിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നോ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഇൻ പ്രൊഫറ്റിക് ലൈഫ്. ഹദീത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, അതിനെ എഴുതി വെക്കുക എന്നുള്ള കിതാബത്തുൽ ഹദീത്ത് എന്നുള്ളത് ഇൻ പ്രൊഫറ്റിക് ലൈഫിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആശയമാണ് ഇഗ്നേസ് ഗോൾഡ്ഷിയർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഇഗ്നേസ് ഗോൾഡ്ഷിയർ പ്രധാനമായും സംസാരിക്കുന്നത് മത്തിൻ ഓറിയൻറ്റഡ് ആണ്, ഹദീസിൻ്റെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആണ് ഇഗ്നേസ് ഗോൾഡ്ഷിയർ സംസാരിക്കുന്നത്. ഞാൻ ശേഷം ഷാഖ്തിനെ കുറിച്ച് സംസാരിക്കാനിരിക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് ഇസ്നാദ് ഓറിയൻറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസംസും കൂടുതലും. ഇഗ്നേസ് ഗോൾഡ്ഷിയർ സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസംസ് കൂടുതലും നടക്കുന്നത് മത്തിൻ ഓറിയൻറ്റഡ് ആണ്. ഹദീസിൻ്റെ കണ്ടന്റ് നോക്കിയിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ പ്രാഥമിക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഹദീസിനെതിരെ സംസാരിക്കുന്ന മറ്റൊരു വലിയ വിഷയമാണ് ഫാബ്രിക്കേഷൻ ഇൻ ഹദീസ്, അൽ വലഉ ഫിൽ ഹദീസ്. ഹദീത്തിൽ ധാരാളം ഫോർജറി ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും പല കാരണങ്ങളാൽ പൊളിറ്റിക്കൽ അജണ്ടകൾക്ക് റിസൾട്ടായിട്ട് ഫാബ്രിക്കേഷൻസ് ഹദീസിൽ വന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ അജണ്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമവി അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തർക്കങ്ങൾ നാം മനസ്സിലാക്കിയവരാണ് ഇസ്ലാമിക ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഖവാരിജുകളുടെ ഈ ഒരു ഇഷ്യൂ നാം മനസ്സിലാക്കിയവരാണ്. ഇത്തരം പൊളിറ്റിക്കൽ അജണ്ടകളിൽ ഓരോ ടീമും അവർക്ക് അനുകൂലമായ രീതിയിൽ ഹദീസുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പൊളിറ്റിക്കൽ അജണ്ടകളുടെ റിസൾട്ടായിട്ട് വന്നതാണ് ധാരാളം ഹദീസുകൾ. അതുപോലെ തന്നെ ലീഗൽ അജണ്ടാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന സമയത്ത് ഇസ്ലാമിലെ നിയമങ്ങൾക്ക് ഓരോ വിഭാഗങ്ങൾ, അഖീദയിലെ വിശ്വാസപരമായ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ കർമ്മശാസ്ത്രപരമായ വിഭാഗങ്ങൾ, ഇവരുടെ ഉത്ഭവത്തിന് വേണ്ടിയിട്ട് ഇവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സമയത്ത് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടതാണ് കൂടുതൽ ഹദീസുകൾ. അതുപോലെ തന്നെ സെക്ടേറിയൻ കോൺഫ്ലിക്റ്റുകൾ, വിഭാഗങ്ങൾ പരസ്പരമുള്ള അറബികൾ അല്ലെങ്കിൽ അനറബികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഭാഗങ്ങൾക്ക് പരസ്പരമുള്ള കോൺഫ്ലിക്റ്റുകളുടെ റിസൾട്ടായിട്ട് വന്നതാണ് ധാരാളം ഹദീസുകൾ എന്നുള്ളതാണ് ഇഗ്നേസ് ഗോൾഡ്ഷിയർ അദ്ദേഹത്തിൻ്റെ മുഹമ്മദൻ സ്റ്റഡീസ് എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത്. ജർമ്മൻ സ്കോളറായ ഇദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങളൊക്കെ നാം പരിശോധിക്കുന്ന സമയത്ത് അതിനൊക്കെ കൃത്യമായ റെസ്പോൺസ് മുസ്ലിം ലോകത്തിൽ നിന്ന് വന്നിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട ഡോക്ടർ മുസ്തഫ ആസമിയുടെ പ്രധാനപ്പെട്ട ഹദീസ് ലിറ്ററേച്ചർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. പ്രധാനമായും ഇഗ്നേസ് ഗോൾസിയറുടെ ഈ ഒരു ആശയങ്ങളെ അതിനുള്ള റെസ്പോൺസ് ആയിട്ടാണ് മുസ്തഫ ആസമി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രന്ഥം രചിക്കുന്നത്. ഇഗ്നേസ് ഗോൾസിയർ പ്രധാനമായും രേഖപ്പെടുത്തുന്ന ഇസ്ലാമിലെ ഏർലി സ്റ്റേജിൽ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ നടന്നിട്ടില്ല എന്നുള്ളതിന് ധാരാളം സ്വഹീഫത്തുകൾ, സ്വഹായിഫുൽ ഹദീത്തിയ, റസൂലിൻ്റെ കാലത്ത് തന്നെ കിതാബത്തുൽ ഹദീത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ധാരാളം രേഖകളും അടിസ്ഥാനങ്ങളും തെളിവുകളും നിരത്തിക്കൊണ്ട് അതിനുള്ള കുറേ മാനുസ്ക്രിപ്റ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ മുസ്തഫ ആസമി അദ്ദേഹത്തിൻ്റെ ഏർലി സ്റ്റഡീസ് ഇൻ ഹദീസ് എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ മത്തിൻ ഓറിയൻറ്റഡ് ആയിട്ട് ഓറിയന്റലിസ്റ്റ് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു ഇഗ്നേസ് ഗോൾസിയറുടേത്. ഈ ഒരു ആശയത്തെ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടായിരുന്നു മറ്റു ഏറെക്കുറെ ഓറിയന്റലിസ്റ്റുകളുടെയും സംസാരങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഇസ്നാദ് ഓറിയന്റഡ് ആയിട്ട് ഹദീസിനെ സമീപിച്ച ഓറിയന്റലിസ്റ്റ് പക്ഷത്തിൽ നിന്നും ഹദീസിനെ സമീപിച്ച ഒരു പണ്ഡിതനായിരുന്നു ജോസഫ് ഷാഖ്തി എന്നുള്ള അദ്ദേഹം. ഇസ്നാദ് ക്രിറ്റിസിസം, ഹദീസിൻ്റെ സനദുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും സനദുകളിൽ നിന്നുമുള്ള ചില ഇഖ്തിലാഫുകൾ അല്ലെങ്കിൽ ഇഅ്തിറാദുകൾ അദ്ദേഹം കണ്ടെത്തിയിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്തിട്ട് ഹദീസിലെ സനദ് എന്നുള്ള ഈ ഒരു ഹദീസിൻ്റെ സ്ഥിരപ്പെടുന്ന മാർഗത്തിനൊക്കെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ആർഗ്യുമെൻറ്റുകളാണ് ഈ സൈലൻറ്റിയോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഈ സൈലൻറ്റിയോ തിയറി എന്നുള്ള അദ്ദേഹം ഒരു അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ധാരാളം ഹദീത്തുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊക്കെ മനസ്സിലായ ഒരു കാര്യം, ഇബ്നു ശിഹാബ് സുഹ്രി പോലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇവരുടെ ശേഷം മുതലാണ് ഹദീത്തുകൾ ഇങ്ങനെ കൂടുതൽ വികസിച്ചു വരുന്നത് എന്നുള്ള, ഇവരുടെ മുമ്പ് കാലത്ത് കാണാൻ സാധിക്കാത്ത ധാരാളം ഹദീസുകൾ ഇവരുടെ ശേഷമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് അദ്ദേഹം സനദുകളിലുള്ള പഠനങ്ങളായിരുന്നു, ക്രിറ്റിസിസംസ് ആയിരുന്നു ജോസഫ് ഷാഖ്തി പ്രധാനമായും നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് കോമൺ ലിങ്ക് തിയറി എന്നുള്ള. കോമൺ ലിങ്ക് തിയറി അദ്ദേഹം പറയുന്നത് റസൂലിൽ നിന്നുള്ള ഈ ഒരു ഹദീത്ത് അത് ലീനിയറായിട്ട് ഓരോ ആളുകളിലൂടെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു വരികയായിരുന്നു. റസൂലിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ റാവി. പിന്നെ ഒരു പ്രത്യേക സ്റ്റേജ് എത്തുന്ന സമയത്താണ് ഹദീസുകൾ ഇങ്ങനെ വികസിക്കാൻ തുടങ്ങുന്നത്. ഇബ്നു ശിഹാബ് സുഹ്രി പോലത്തെ, അല്ലെങ്കിൽ ഒന്നുകൂടി കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം ഷാഫിഈയുടെ റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ കാലത്തിന് ശേഷമാണ് ഈ ഹദീസുകൾക്ക് കൂടുതൽ വികാസം ലഭിക്കുന്നത്. വ്യത്യസ്ത രേഖകളിലൂടെ പോകുന്നത്, ഒരേ ലീനിയറായിട്ട് വന്നിട്ടുള്ള ഹദീസുകൾ വ്യത്യസ്ത രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ആളുകൾ അദ്ദേഹം കോമൺ ലിങ്ക്, ഈ ഹദീസുകളൊക്കെ വന്നു ചേരുന്ന ഒരു കോമൺ ലിങ്ക് എന്ന് വിളിക്കുകയും ഈ കോമൺ ലിങ്കാണ് ഈ ഹദീസ് ഫോർജറിക്ക് അതിന് പിന്നിലുള്ള കാരണക്കാരൻ എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു ജോസഫ് ഷാഖ്തി അദ്ദേഹമൊക്കെ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം പ്രധാനമായും കോമൺ ലിങ്കായിട്ട് അദ്ദേഹം എടുത്തു കാണിക്കുന്നത് ഇമാം സുഹ്രിയെയും അതുപോലെ തന്നെ ഇമാം ഷാഫിഈയെയാണ്. ഇമാം ഷാഫി അദ്ദേഹം എടുത്തു വെക്കാൻ കാരണം ഹാദിസുൽ അഹ്കാമുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീത്തുകൾ ഇമാം ഷാഫിഈയിൽ നിന്ന് വ്യത്യസ്ത ജാനിബുകളിലായിട്ട് വ്യത്യസ്ത രീതികളിലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനുള്ള ഒരു കോമൺ ലിങ്കായിട്ട് അദ്ദേഹം ഉദാഹരണമായി കാണിക്കുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനാണ്. അതുപോലെ തന്നെ ഇമാം സുഹ്രിയെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു അഭിപ്രായം ഇതിനെ തന്നെയാണ് അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള ജ്യൂൻബോൾ പോലത്തെ ഓറിയന്റലിസ്റ്റുകൾ പിന്നീട് തുടർന്ന് വന്നിട്ടുള്ളത്. ജ്യൂൻബോൾ കൂടുതലും ഈ ഒരു ഷാഖ്തിൻ്റെ കോമൺ ലിങ്കെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് അതിന് ഒന്നുകൂടിയും ഇസ്തിലാഹാത്തുകളൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു ആശയത്തെ തന്നെ ഒന്നുകൂടിയും പ്രകടിപ്പിക്കുകയായിരുന്നു. ജ്യൂൻബോളിൻ്റെ മറ്റൊരു അഭിപ്രായമായിരുന്നു അൽ ഹദീത്തുൽ മുത്തവാത്തിറിനെ ഇൻകാർ ചെയ്യുക എന്നുള്ളത്. ഹദീത്ത് മുത്തവാത്തിറായിട്ട് മുസ്ലിം ലോകം കാണിച്ചു കൊടുക്കുന്ന, മുസ്ലിം ലോകത്തിൻ്റെ അടുത്ത് വളരെ പരിമിതമായ ചില ഹദീത്തുകളുണ്ട് മുസ്ലിം ലോകം. ആ ഒരു ഇത്തരം ഹദീസുകൾ അദ്ദേഹം മുഴുവൻ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ സനദുകളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അദ്ദേഹം കൂടുതൽ നടത്തുകയും മുത്തവാത്തിറായ ഹദീസുകൾക്ക് പോസിബിൾ അല്ല, അതിനെ ഇൻകാർ ചെയ്യുകയായിരുന്നു, അതിനെ ഹുജ്ജിയത്തില്ല എന്ന് ഇൻകാർ ചെയ്യുകയായിരുന്നു ജ്യൂൻബോളിൻ്റെ സംസാരത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ആശയത്തിനൊക്കെ റെസ്പോൺസായിട്ട് മുസ്ലിം ലോകത്തിൽ നിന്ന് ധാരാളം റെസ്പോൺസുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെസ്റ്റിൽ നിന്നും ഈ ഒരു ആശയത്തിനൊക്കെ റെസ്പോൺസായിട്ട് ധാരാളം വന്നിട്ടുണ്ട്. ഹെറാൾഡ് മോഡ്സ്കിനെ
അദ്ദേഹത്തിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കൂടുതലും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് ജോസഫ് ഷാഖ്തിൻ്റെ ഈ ഒരു കോമൺ ലിങ്ക് തിയറിയെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത്. അതിനുള്ള ഒരു റെസ്പോൺസാണ് ഹെറാൾഡ് മോഡ്സ്കി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൂടുതലും സംസാരിക്കുന്നത്. കാരണം ജീവൻ ബോൾ കോമൺ ലിങ്ക് എന്നുള്ള ഒരു പ്രത്യേക സ്റ്റേജിൽ വെച്ചിട്ടാണ് ഹദീസുകൾ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇന്തിഷാർ വരുന്നത് എന്നാണ് ജീവൻ ബോൾ അല്ലെങ്കിൽ ജോസഫ് ഷാഖ്ത് പറയുന്നത്. മോഡ്സ്കി ഈ ഒരു ഹദീസുകളുടെ വ്യത്യസ്ത റിവായത്തുകൾ കളക്ട് ചെയ്തിട്ട് ഈ ഒരു ഹദീസുകൾ ഇമാം സുഹരിക്ക് ശേഷം ഇങ്ങനെ ഇന്തിഷാറായി വന്നതല്ല, ഇമാം സുഹരിയുടെ മുമ്പും ഈ ഒരു ഹദീസ് വ്യത്യസ്ത ശൃംഖലകളിൽ വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു ഈ ഒരു ഷാഖ്തിനിക്കും ജീവൻ ബോളിനൊക്കെ പ്രശ്നം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് അവരുടെ ഹദീസിൻ്റെ വിശാലമായ സോഴ്സുകളുടെ പരിമിതിയായിരുന്നു. അവരുടെ ഹദീസിൻ്റെ സോഴ്സുകൾ പലതുണ്ട്. കുതുബുസ് സിഹ്ഹക്ക് പുറമെയും ധാരാളം ഹദീസിൻ്റെ സോഴ്സസുകൾ അതിൽ അവരുടെ കണ്ണുകൾ എത്തിപ്പെടാത്ത പ്രശ്നങ്ങളായിരുന്നു. തുഹ്ഫത്തുൽ അഷ്റാഫ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു, അത് പ്രധാനപ്പെട്ട സോഴ്സ് ആക്കിയിട്ടായിരുന്നു ജോസഫ് ഷാഖ്ത് അദ്ദേഹത്തിന് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിപ്പെട്ടത്. ഹെറാൾഡ് മോഡ്സ്കി അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മറ്റും ധാരാളം മുസന്നിഫ് ഇബ്നു ഷൈബ പോലത്തെ, മുസന്നിഫ് അബ്ദുർ റസാഖ് പോലത്തെ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഇതിന് വ്യത്യസ്ത ശൃംഖലകൾ കാണാൻ സാധിക്കുമെന്നുള്ള ഈ ഒരു രീതി കാണിച്ചു കൊടുത്തിട്ട് ഹെറാൾഡ് മോഡ്സ്കി അതിനുള്ള റെസ്പോൺസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സമയപരിമിതി മൂലം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു മുസ്തശ്രിഖീങ്ങളുടെ ഓറിയന്റലിസ്റ്റുകളുടെ സംസാരത്തിൽ ആകത്തുകയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കൺക്ലൂഷൻസ്. ഒന്ന്, അവർ പറയുന്നത് ഹദീത്ത് ഉണ്ടാകുന്നത്, ഹദീസ് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന സെക്ടേറിയൻ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകളുടെ റിസൾട്ടായിട്ട് വന്നതാണ് ഹിസ്റ്റോറിക്കൽ എന്നുള്ള രീതിയിൽ ഓറിയന്റലിസ്റ്റ് പറയുന്നത്. അതോടൊപ്പം തന്നെ മതപരമായ ഇസ്ലാമിൻ്റെ അവാന്തര വിഭാഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു റിസൾട്ടായിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് ഓറിയന്റലിസ്റ്റുകൾ അവരുടെ ആശയങ്ങളുടെ ആകത്തുകയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ ഉന്നയിക്കുന്ന മറ്റു ആരോപണങ്ങളാണ് ജംഉൽ അഹാദീത്തിൻ്റെ തഖീർ, അതുപോലെ തന്നെ ശേഷം നൂറ്റാണ്ടുകളിലാണ് അഹാദീത്തുകളുടെ ക്രോഡീകരണം നടന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു വബിനി ശിഹാബ് സുഹരി റളിയല്ലാഹു അൻഹു, പ്രധാനപ്പെട്ട ഹദീത്തിൻ്റെ ഒരു ഉറവിടങ്ങളായ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ ധാരാളം ഹദീസുകളെ റിജക്ഷനിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഈ ഒരു മാർഗമായിരുന്നു ഓറിയന്റലിസ്റ്റുകൾ പ്രധാനമായും സ്വീകരിച്ചിരുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.